ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ ഈ പച്ചമുന്തിരി ഉണ്ടല്ലോ, ഇത് തീരെ പുളിയില്ല മധുരവും ഇല്ല, അങ്ങനത്തെ ഒരു മുന്തിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ തീരെ ടേസ്റ്റ് ഇല്ലാത്ത കാരണം മക്കളൊന്നും കഴിക്കാൻ കൂട്ടാക്കാതെ ഉപേക്ഷിച്ചിരുന്ന സാധനമാണ്. അപ്പോൾ ഞാനതെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ നല്ല പോലെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായി കഴുകിയിട്ട് വേണം എടുത്ത് വെക്കാൻ. അതൊക്കെ ടേസ്റ്റ് ഇല്ലാത്ത കാരണം കുറേയൊക്കെ ഉപേക്ഷിച്ചിട്ട് എല്ലാവരും കഴുകി പാത്രത്തിൽ എടുത്ത് കൊണ്ടുവരും. വായിൽ വെച്ചിട്ട് ഒന്നും ഒരു ടേസ്റ്റും ഇല്ല, പുളിയും ഇല്ല മധുരവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒഴിവാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ അതൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കഴുകി വാരിയിട്ടുണ്ട്. ഇത് രണ്ട് ദിവസം കൊണ്ട് റെഡിയായി കിട്ടുന്നുണ്ട്. അതുമല്ല, ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ മധുരമൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇങ്ങനെ ഉപേക്ഷിക്കണ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കഴുകി വൃത്തിയാക്കി പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു എരിവിന് വേണ്ടിയിട്ട് 3-4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് 2 മിനിറ്റ് തിളപ്പിച്ചിട്ടുള്ള വെള്ളമുണ്ട്, തിളപ്പിച്ചാറിയ വെള്ളം, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടില്ല, ചൂടാറിയതാണ്, തിളപ്പിച്ചാറിയ വെള്ളമാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കുക. 2 ദിവസം മേലെ പൂപ്പൽ വരാതിരിക്കുക. ഒരു 2 ടീസ്പൂൺ സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്ന് കുലുക്കി മിക്സാക്കിയിട്ട് അവിടെ വെച്ചാൽ 2 ദിവസം ഇന്ന് ഇട്ടാൽ മറ്റന്നാൾ എടുക്കുക. അത്ര പെട്ടെന്നായി കിട്ടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതാ ഞങ്ങൾ മുളക് ഉണക്കാട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ വീട്ടിലുണ്ടാവുന്ന മുളകുകൾ പൊട്ടിച്ചിട്ട് പൊടിപ്പിക്കാനും വേണ്ടിയിട്ട് ഉണക്കിയെടുക്കണം. വെയിലത്ത് വെച്ചിട്ട് മുളക് ഉണക്കുമ്പോൾ ഒരു വെളുത്ത കളറാവും, ഇതേപോലെ ചുവന്ന കളർ കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉണക്കിയാലാണ് സാധാ നമ്മൾ പൊടിപ്പിക്കണ മുളകിൻ്റെ കളറിലും ഇതിലൊക്കെ കിട്ടണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ പൊട്ടിച്ച്, പഴുത്തതൊക്കെ ആദ്യം പൊട്ടിച്ചതൊക്കെ ഉണങ്ങി കിട്ടി. ഇനി അടുത്തത് അതും വന്നൊക്കെ പൊട്ടിച്ചിട്ട് വേണം നമുക്ക് അവിടെ കൊണ്ട് വെക്കാനായിട്ട്. ഇതൊക്കെ ഉണങ്ങി കിട്ടി കഴിയുകയാണെങ്കിൽ നമുക്ക് 1 കിലോ മുളക് മേടിക്കേണ്ട കൊടുത്ത് 1/2 കിലോ മുളക് പുറത്തുനിന്ന് മേടിച്ച് ഇതും കൂടെ ചേർത്ത് കൊടുത്താണ്ട് പൊടിച്ചാൽ ഇഷ്ടംപോലെ മുളക് പൊടിയായി, നല്ല എരിവുള്ള നല്ല മുളക് കിട്ടുകയും ചെയ്യും. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.